ഹായ്, ഞാൻ അപർണ. എല്ലാവർക്കും AAK ലേണിംഗ് അവേഴ്സിലേക്ക് സ്വാഗതം. നമ്മളിത് ഈ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാംസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെ എഴുതിയാലാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളതെന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾ ഏത് എക്സാം എഴുതുമ്പോഴും നിങ്ങളുടെ ആൻസർ ഷീറ്റ് നല്ല നീറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യുക. ആവശ്യമായിട്ട് നമ്മുടെ ആൻസർ ഷീറ്റിൽ മഷിയൊക്കെ പറ്റിക്കാതിരിക്കുക. എപ്പോഴും ബോൾ പോയിൻറ്റ് പേന വെച്ച് തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഷീറ്റിനകത്ത് ഏത് രീതി തന്നെയാണോ എഴുതുന്നത് ആ രീതി തന്നെ ഫൈനൽ ഷീറ്റ് എഴുതുമ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് പോവുക. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ് എപ്പോഴും സെയിം ആയിട്ട് തന്നെ വെക്കുക. അതുപോലെ തന്നെ പോയിൻറ്റ്സ് വൈസ് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ടേംസ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക. അതൊക്കെ നമ്മുടെ ആൻസർ ഷീറ്റ് കുറച്ചും കൂടെ നീറ്റായിട്ടും അട്രാക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇപ്പം നമ്മളുടെ എലാബറേറ്റ്, ഡിസ്കസ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഒപ്പീനിയനായിട്ട് ഒരു പാരഗ്രാഫായിട്ട് തന്നെ എഴുതി വെക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ പോയിൻറ്റ് വൈസ് എഴുതുന്ന ശീലം നിർത്തുക. ഇനിയിപ്പോൾ നിങ്ങളോട് സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ടേമിന് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതാനാണ് പറയുന്നതെങ്കിൽ അത് പോയിൻ്റായിട്ട് എഴുതാം. അപ്പോൾ ഈ പോയിൻ്റ് ഇടുമ്പോൾ സ്റ്റാർ ഇടുന്നത്, ആരോ മാർക്ക് ഇടുന്നത് അങ്ങനെയുള്ള ശീലമുള്ളവരാണെങ്കിൽ അത് ഇനി തൊട്ട് അത് ഉപയോഗിക്കാതിരിക്കാം. അതിന് പകരം നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് ABCD അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ചെറിയൊരു ഡോട്ട് അങ്ങനെ ഇട്ടിട്ട് നമുക്ക് പോയിൻറ്റ്സ് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്കൊരു ഫോർമൽ രീതിയിൽ നമ്മുടെ ആൻസർ ഷീറ്റ് കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. പോയിൻറ്റ്സിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ് ഒക്കെ നിങ്ങൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് അണ്ടർലൈൻ ചെയ്യുക. ഇനി അഥവാ സബ് പോയിൻറ്റ്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതും അണ്ടർലൈൻ ചെയ്യുക. അപ്പം നിങ്ങളുടെ പേപ്പർ ആരാണോ വാല്യൂ ചെയ്യുന്നത് അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് സഹായിക്കും. അതുവഴി ഈ ഡിഫറൻസസ് ആണ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് 2 ബോക്സായിട്ട് കോളം വരച്ച് തന്നെ എഴുതി വെക്കാണ്ട് ഇതിൻ്റെ ഡിഫറൻസ് എഴുതി വെക്കാം. അപ്പം നമ്മൾക്ക് എത്ര മാർക്കിനാണ് ഡിഫറൻസ് ചോദിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പോയിൻറ്റ്സും അധികമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ എസ്സേ ക്വസ്റ്റ്യന് ചിലപ്പോൾ ഡിഫറൻസസ് ഒക്കെ കീഴിൽ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 2 ടേംസ് ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയാനുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ഡിഫറൻസസ് ആണ് ചോദിക്കുന്നത്. ചുമ്മാ എക്സാമ്പിൾ പറയാം. അങ്ങനെ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പോയിൻ്റ് നമ്മൾ മൊബൈൽ ഫോണിൻ്റെ മീനിങ് എഴുതി വെക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിൻ്റ് ലാപ്ടോപ്പിൻ്റെ മീനിങ് എഴുതി വെക്കാം. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഫോളോയിങ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മൊബൈൽ ഫോൺ ആൻഡ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് 2 കോളം വരച്ചിട്ട് അതിൻ്റെ ഡിഫറൻസസ് എഴുതി വെക്കാം. അപ്പോൾ എത്ര മാർക്കിന് ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞ മാർക്കിനാണെങ്കിൽ പോലും ഡിഫറൻസസ് എപ്പോഴും കോളം വരച്ച് തന്നെ എഴുതാൻ നിങ്ങൾ ശീലിക്കണം. ഇനി നിങ്ങളുടെ അടുത്ത് ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് അങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫ്ലോ ചാർട്ട് എപ്പോഴും വരച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ആൻസർ ഷീറ്റിനെ കുറച്ചും കൂടെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഏതാണോ അതിൻ്റെ മെയിൻ ടോപ്പിക്ക് വരുന്നത് അത് നിങ്ങൾ എഴുതിയിട്ട് താഴെയായിട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്ന ടൈപ്സ് നിങ്ങളൊന്ന് വരച്ച് വെക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ആൻസർ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ തെറ്റിപ്പോവാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കുത്തി വരച്ച് വെക്കുന്നത്, ഇങ്ങനെ വെട്ടി കളയുന്നത് ഒരു അഭംഗിയാണ്. അതിന് പകരം നിങ്ങൾ വെട്ടുമ്പം സ്ട്രെയിറ്റ് ആയിട്ട് ക്രോസ് ആയിട്ട് ഒരു ലൈൻ ഇടുക, അങ്ങനെ വെട്ടുക. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ നിങ്ങൾ ഇനി അഥവാ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ക്രോസ് ചെയ്ത് വെട്ടിയിട്ട് നിങ്ങൾക്ക് എടുത്തെഴുതാം. അതിന് പകരം ഇങ്ങനെ എല്ലാം കൂടെ കുത്തി വരച്ച് വെക്കുന്നത് ഒരു അഭംഗിയാണ്. അത് നിങ്ങൾ ശീലിക്കാതിരിക്കുക. നിങ്ങൾ 10th-ലും +2-ലും എങ്ങനെയൊക്കെയാണോ എക്സാം എഴുതിയത് ആ ഒരു അപ്രോച്ച് കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാതിരിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആ ഒരു ടൈമിൽ 10th-ലും +2-ലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ടേം എക്സാംസ് ഒക്കെ എഴുതും, മോഡൽ എക്സാംസ് ഒക്കെ എഴുതും. അപ്പോൾ നമ്മൾ 10th-ലും +2-ലും മെയിൻ എക്സാംസ് എഴുതുന്നതിന് മുമ്പ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാതിരിക്കുക. ഒന്നും കൊണ്ടല്ല, നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നിങ്ങൾ തന്നെ ആണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ആണെങ്കിലും തലേന്നൊക്കെ ഇരുന്ന് പഠിക്കുന്നവർ കാണും. ആ ടൈമിൽ നമ്മൾ അത്ര പ്രിപ്പയർ ചെയ്തിട്ടല്ല എക്സാമുകളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും നമുക്ക് കൂൾ ഓഫ് ടൈം പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും ഒറ്റയടിക്ക് വായിക്കുന്ന ആ ശീലം ഒഴിവാക്കിയിട്ട് സെക്ഷൻ വൈസ് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. എന്നിട്ട് ഒരു സെക്ഷൻ തീർന്നതിന് ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോവുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴുള്ള മടുപ്പ് നമുക്ക് കുറച്ച് കുറയ്ക്കാനായിട്ടും പറ്റും. നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ വെക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഇരുന്ന് ആലോചിക്കാണ്ട് ടെൻഷൻ അടിക്കാണ്ട് അത് നമുക്ക് ലാസ്റ്റിലേക്ക് എഴുതാമെന്നും പറഞ്ഞിട്ട് മാറ്റി വെക്കും. ഇപ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് ടൈം എന്തായാലും കുറച്ച് സേവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഓരോ സെക്ഷൻസ് എഴുതുന്നെങ്കിൽ ഏത് സെക്ഷനാണ് എഴുതുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് തന്നെ എഴുതുക.
പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഓരോ സെക്ഷൻസും അധികം ഓപ്ഷൻസ് വരും. അപ്പോൾ ചില കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഓപ്ഷൻസ് എല്ലാം എഴുതി വെക്കും. കാരണം അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഇത്ര നമ്പർ ക്വസ്റ്റ്യൻ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ മാർക്ക് കൂട്ടുന്നത്. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ടൈം കിട്ടത്തില്ല. അവസാനത്തേക്ക് എഴുതാമെന്നും പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ടൈം കിട്ടത്തില്ല. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആദ്യം എഴുതിയിട്ട് നമുക്ക് ഈ അധികം ഓപ്ഷൻസ് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലാസ്റ്റ് എഴുതാനായിട്ട് വെക്കുക. ഞാൻ എക്സാം എഴുതുമ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ എസ് എ ക്വസ്റ്റ്യൻ എഴുതി വെക്കും. നമ്മൾ എസ് എ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ പലർക്കും ഇപ്പോൾ ഭയങ്കര മടുപ്പ് വരും. കാരണം ഒത്തിരി എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് എഴുതി വെക്കാമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ മതി, ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാൻ മതി. അപ്പോൾ ആ ഒരു മടുപ്പ് മാറിക്കിട്ട് നമ്മുടെ മൈൻഡ് കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് നോക്കാം. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സാം എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു എന്ന് ചുമ്മാ വായി നോക്കി ഇരിക്കാണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പറും നിങ്ങൾ അതിൻ്റെ തന്നെ ആൻസറാണോ എഴുതിയിരിക്കുന്നതെന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഓപ്ഷൻസ് എന്തെങ്കിലും എഴുതാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അതിരുന്ന് എഴുതാം. അപ്പം നിങ്ങളെ സിലബസിനനുസരിച്ച് നന്നായി പഠിക്കുകയും ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ഞാൻ ഫോളോ ചെയ്ത് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.